അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ,
കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്ത് വരികയാണ്. കാര്യം നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടു, എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് പറയുന്നവനെ കണ്ടു. അവനൊരു കുഷ്ഠരോഗി നിരാലംബനായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് എനിക്കാരുമില്ലെന്ന് പറയുന്ന ഒരു തലവാരോഗ്യനെയാണ്. ഈ തലവാരോഗ്യനെ കുഷ്ഠരോഗിയുടെ നടക്കുന്നുണ്ട് അവനൊരു കാര്യം പറയും. എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ആൾക്കാർക്ക് ഇത് പുസ്തകത്തിലെ പശു പോലെയാണ് വചനങ്ങള്. അങ്ങനെയല്ല. ഈ വചനത്തെ നമ്മൾ അത് ആക്ടിവേറ്റ് ആകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വചനം നമ്മൾ ഓൺ ചെയ്തിട്ട് അതിൽ സ്നേഹം, പ്രത്യാശ, വിശ്വാസം, ഇത്രയും ഇൻഗ്രീഡിയൻസ്, തിയോളജിക്കൽ വെർച്യൂസ് അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുമ്പോഴാണ് വചനം ആനിമേറ്റ് ചെയ്യണത്. എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും. അതിന് ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും. വചനത്തെ ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിക്കണത് എങ്ങനെയാണ്? വചനം ഒരു മീഡിയം ആക്കിക്കൊണ്ട്. അപ്പം വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആ വചനത്തിൽ നമ്മൾ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യും, സന്നിവേശിപ്പിക്കുമ്പോഴാണ് അത് ആനിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത്. വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ, വചനത്തെ സ്നേഹിക്കണം. വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, വചനത്തെ പ്രത്യാശിക്കണം. അപ്പോഴെന്താണ്? നമുക്കത് ഫീൽ ചെയ്യും. ഐ വിൽ നോട്ട് ഡിസോൺ യു. എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് എന്തെല്ലാം കാരണങ്ങളുണ്ടാകും. നിന്റെ പാപാവസ്ഥയാകാം, നിന്റെ ഭക്തിക്കുറവാകാം. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു. ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ല ഒരു കാരണവശാലും. അത് പോരെ ജീവിക്കാൻ. എൻ്റെ പേര് ദിവ്യ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും 3 വർഷത്തെ എൻ്റെ കാത്തിരിപ്പിന് ഫലം നൽകിയതിനെക്കുറിച്ച് ഞാൻ നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മാതാവിനോടും ഈശോയോടും പറഞ്ഞാൽ തീരത്തില്ല. 2022 ഞാൻ GNM നേഴ്സിംഗ് പാസ്സായി. പക്ഷേ ഈ GNM നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജർമ്മൻ ഭാഷ പഠിച്ച് എനിക്ക് ജർമ്മനിക്ക് പോകണമെന്ന്. കാരണം എൻ്റെ വീട്ടിൽ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ്. 10-15 ലക്ഷം രൂപ കടമുണ്ട്. ഒരാളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇത് ഇത്രയും പഠിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം എന്നെനിക്കറിയത്തില്ല. GNM പാസ്സായി എന്ന് മാത്രമേ ഉള്ളൂ. പപ്പ പറയുന്നത് നീ ഉടനെ ജോലിക്ക് എവിടെയെങ്കിലും കയറണം. ജർമ്മൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് 2 ലക്ഷം രൂപയോളം വരും ഇതിന് ചിലവ്. അതിനൊന്നും കഴിയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് പപ്പ പറഞ്ഞു നീ ജോലിക്ക് കയറിക്കോ. അങ്ങനെ ഞാൻ മിംസ് ആശുപത്രിയിൽ കോഴിക്കോട് ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഈ സാലറി കൊണ്ടൊന്നും എൻ്റെ കടം തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വിദേശത്ത് പോകണം, അതും ജർമ്മനിക്ക് തന്നെ പോകണം. അതെൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത് അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ അമ്മ പറഞ്ഞു നീ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, നീ കൃപാസനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥന, അത് നീ 9 ദിവസം കൂടാൻ പറഞ്ഞു. ഞാൻ ഈ 9 ദിവസം രാവിലെ എണീറ്റ് 5:30 എണീറ്റ് ഈ കൃപാസന പ്രാർത്ഥന കൂടും. അന്നൊരു കൃപാസനത്തിൻ്റെ ഒരു ആപ്പും ഉണ്ട്. ആ ആപ്പിൽ ഞാൻ നിയോഗമായും ഇത് എഴുതിയിടും. അങ്ങനെ 2023 9 ദിവസം പ്രാർത്ഥന കഴിഞ്ഞില്ല. അതിനു മുമ്പ് എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് പറഞ്ഞു, എടി നമ്മുടെ ഒരു കസിൻ അച്ഛൻ ജർമ്മനിക്ക് ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട്, അതും ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്, അക്കോമഡേഷനും എല്ലാം ഫ്രീ ആണ്, നീ ഒന്ന് അച്ഛനോട് ചെന്ന് ചോദിച്ചു നോക്കാൻ. എനിക്ക് ഈ അച്ഛനെ അറിയില്ല, എൻ്റെ കസിനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ അച്ഛനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനായി പോയതാ. അങ്ങനെ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് ചെല്ലുവാണ്, അച്ഛ എനിക്കിങ്ങനെ ജർമ്മൻ ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യാമെന്ന് ചോദിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു BSc-ക്കാരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ, GNM-കാരെ കൊണ്ടുപോകില്ല, BSc-ക്കാരെ മാത്രമേ കൊണ്ടുപോകുന്നതെന്ന്.
ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് പപ്പേനോട് പറഞ്ഞു, പപ്പേ ഞാൻ പോസ്റ്റ് ഫീസ് എടുക്കുക, ഞാൻ ജോലി ചെയ്യുന്ന പൈസയും കൊണ്ട് ഞാൻ പോസ്റ്റ് ഫീസ് എടുത്തോളാം, ഒരു പൈസ പോലും പപ്പ മുടക്കണ്ടേ, എന്നെ ഒന്ന് പഠിപ്പിക്കുമോ പപ്പേന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്തോ, കടം തീർക്കണം, നിനക്കറിയാമല്ലോ നിൻ്റെ അനിയത്തിയും ഇങ്ങനെ നിൽക്കുവാന്ന്. അങ്ങനെ ഞാൻ പോസ്റ്റ് ഫീസിക്ക് ഡേറ്റ് എടുത്തു. പിന്നെയും അമ്മ പറയും, നീ ഒന്നും കൂടി പ്രാർത്ഥിച്ചു നോക്ക്, നടക്കും, ഇത് നടന്നിരിക്കും, മാതാവിൽ നീ വിശ്വസിക്കുക, നീ ജനിച്ചു വളർന്നത് മാതാവിൻ്റെ ഒപ്പമല്ലേ, നിനക്ക് സാധിച്ചു കിട്ടും. പിന്നെയും ഞാൻ കൃപാസനത്തിൻ്റെ പ്രഭാത പ്രാർത്ഥന തുടങ്ങി. പ്രഭാത പ്രാർത്ഥന ചൊല്ലി 2ാമത്തെ ദിവസമായപ്പോൾ ഈ അച്ഛൻ തന്നെ എന്നെ തിരിച്ചു വിളിക്കുവാണ്, നീ പോസ്റ്റ് ഫീസ് എടുത്തു എന്നറിഞ്ഞല്ലോ, നീ വന്ന് 2 വർഷം, നീ ഡിസ്റ്റൻ്റ് ആയല്ലേ എടുക്കുന്നത്, 2 വർഷം ഇവിടെ വന്ന് ജർമ്മൻ പഠിക്കുക, പോസ്റ്റ് ഫീസ് കഴിയുമ്പോഴേക്കും ജർമ്മൻ ഭാഷ പാസ്സായ കഴിയുന്ന പാഠം നിനക്ക് വിദേശത്ത് പോകാമെന്ന്. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അത്ഭുതം. കാരണം ഈ അച്ഛനെ എനിക്കറിയത്തില്ല, ഈ അച്ഛന് ഒരാവശ്യമില്ല എന്നെ കൊണ്ടുപോകണമെന്നും പിന്നെ ജർമ്മൻ പഠിപ്പിക്കണമെന്നും ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്നൊന്നും. പക്ഷെ അച്ഛൻ ഇങ്ങോട്ട് വന്ന് പറയുവാണ്, നിന്നെ കൊണ്ടുപോയിക്കോളാം, നീ വന്ന് കയറിക്കോ എന്ന് പറഞ്ഞ്. ഈ 2 വർഷം അങ്ങനെ ഞാൻ അവിടുത്തെ ജോലി നിർത്തി. ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി വന്ന് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി. ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറിയതിന് ശേഷമാണ് ഞാൻ 2022 ഡിസംബർ 29 ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി. 2024 ഞാൻ പഠിത്തം കഴിഞ്ഞ് 2024 ഞാൻ വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുക്കും. ആദ്യത്തെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടിയേക്കുന്നത്. 1 മാസമൊക്കെ അങ്ങനെ പോയി. പിന്നെ ഞാൻ വചനം വായിക്കൽ 1/2 മണിക്കൂർ, 1/4 മണിക്കൂർ 10 മിനിറ്റായി. വചനം വായിക്കൽ പുറകോട്ട് വന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, അതൊക്കെ നടക്കും. പക്ഷേ പ്രാർത്ഥനയിൽ ഞാൻ പുറകോട്ടാണ്. പലപ്പോഴും 5:30 എണീറ്റ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ എണീക്കുന്ന എപ്പോഴും അപ്പം പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയി മാറി. ഞാൻ ഉഴപ്പിത്തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ എക്സാം ഗോവയിൽ ചെന്ന് എഴുതുവാണ്. 4 മൊഡ്യൂളും ഞാൻ എടുത്തു. 4 മൊഡ്യൂളും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോയി എഴുതുന്നതാണ്. എക്സാം ഫീസ് അവർ തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ പോയി ഞാൻ ഗോവയിൽ ചെന്ന് എക്സാം എഴുതി. റിസൾട്ട് വന്നു. ഞാനും വേറൊരു കൊച്ചും അല്ലാതെ ബാക്കി എല്ലാവർക്കും 3-4 മൊഡ്യൂൾ കിട്ടി. എനിക്കും ആ ഒരു കൊച്ചിനും അല്ലാതെ ബാക്കി എല്ലാവർക്കും കിട്ടി. എന്നെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു. കാരണം അത്യാവശ്യം ഞാൻ പറയും, അത്യാവശ്യം എഴുതാനും പെറുക്കാനൊക്കെ അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് തോറ്റു എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പോസ്റ്റ് ഫീസിക്ക് പോയി. അതോടുകൂടി എനിക്ക് കൃപാസനത്തോടുള്ളൊരു വിശ്വാസം അങ്ങ് കുറഞ്ഞു. എന്തായാലും മാതാവിനെ അറിയുന്നതല്ലേ, എന്നിട്ടും എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു എന്നായിരുന്നു. കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഫീസ് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, നീ പിന്നെയും പോകണം, നീ ആദ്യം ചെയ്ത ഉടമ്പടി നീ മോശമായിട്ടാണ് ചെയ്തത്, നീ തിരിച്ചു വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിച്ച് മാതാവിനോട് മാപ്പ് അപേക്ഷിച്ച് ചെന്ന് പരീക്ഷ എഴുതി നോക്കാൻ. അങ്ങനെ പിന്നെയും ഞാൻ തിരിച്ചു വന്നു, എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ ചെന്ന് കയറുകയല്ല, അടുത്ത ഒരു മൊഡ്യൂളിന് വേണ്ടി പിന്നെ എനിക്ക് ഗോവയിൽ തന്നെ കിട്ടി. അതൊരു അത്ഭുതം തന്നെ. ഞാൻ തോറ്റയിടത്തേക്ക് തന്നെ പോകുക, അതെനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. എന്നിട്ട് ഞാൻ പോയി മാതാവിനെ മാത്രം മനസ്സിൽ വിചാരിച്ചാൽ പോകുന്നത്. അവിടെ ചെന്നു പേപ്പർ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം എളുപ്പം, വായിച്ചിട്ടെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനെല്ലാം അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. അമ്മേനോട് പറഞ്ഞു, അമ്മേ ഈ പരീക്ഷ എനിക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നീ നിന്നിൽ ആശ്രയിച്ചത് കൊണ്ടാണ് നീ തോറ്റതായിരുന്നത്, ഇനി നീ മാതാവിൽ ആശ്രയിച്ച് എഴുതി നോക്ക്, നീ പാസ്സാകും. അങ്ങനെ റിസൾട്ട് വന്നു, ഞാൻ അതിന് പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്, എനിക്ക് വായിച്ചാൽ മനസ്സിലാവും, എല്ലാം എനിക്ക് പറ്റും. പിന്നെ ഞാൻ മാതാവിൽ പ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെല്ലും. പക്ഷെ ഞാൻ ഉഴപ്പിത്തുടങ്ങി. എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഞാൻ വരുത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അങ്ങനെ പിന്നെ എനിക്ക് എന്ത് ചെയ്തിട്ടും ഡേറ്റ് കിട്ടുന്നില്ല, പിന്നെ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലെ രോഗം, അമ്മയും പപ്പയും കിടപ്പിലായ പോലെ 2 പേർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ വിമിഷ്ടത്തിലായി. പപ്പ പറഞ്ഞു, ഇനി പഠിത്തം നിർത്തി, ഇനി പൈസയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ ഇനി നിർത്തിയില്ല, എൻ്റെ ആഗ്രഹം പകുതിയിൽ വെച്ച് നിൽക്കുമല്ലോ. ഞാൻ പിന്നെ മാതാവിനോട് പറയുക, മാതാവേ ഞാൻ തെറ്റ് ചെയ്തു, എനിക്കറിയാം, ഉഴപ്പിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ ബലഹീനത മനസ്സിലാക്കണം, എൻ്റെ ബലഹീനതയിലാണ് ഈശോയുടെ കരം വെളിപ്പെടുന്നതെന്ന് എനിക്കറിയാം, എൻ്റെ ബലഹീനതയാണ് ഞാൻ പാപം ചെയ്തു പോവുക എന്നത്, എന്നോട് ക്ഷമിക്കണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശത്ത് നിന്നുള്ള അച്ഛൻ എന്നെ വിളിക്കുവാണ്. ആകെ എനിക്ക് 2-3 തവണ ആ അച്ഛനോട് മിണ്ടിയിട്ട് പോലും ഉള്ളൂ. ആ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ദിവ്യ ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ മുഖമാണ് കാണുന്നത്, എന്താ ഇത്ര സങ്കടം?
അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ പപ്പയും അമ്മയും കിടപ്പിലായി, എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, പഠിത്തം നിർത്താനാണ് പറയുന്നത്, പക്ഷേ ഇതെൻ്റെ വലിയൊരാഗ്രഹം, എന്താ ചെയ്യുക അച്ഛാന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ ഓൺലൈനിൽ കയറിയിട്ട് എവിടെയാണ് ഡേറ്റ് കിട്ടുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ആകെ ഹ്യൂറിൻ്റെ ഡേറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഓപ്പൺ അല്ല. ഞാനിത് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അതിന് വരുന്ന ചിലവെല്ലാം ഞാൻ വഹിച്ചോളാം, നീ ഡേറ്റ് എടുത്തോളാം പറഞ്ഞു. ഞാൻ ഡേറ്റ് എടുത്തു, പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് എന്നാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് അന്ന് തുടങ്ങി എനിക്ക് കിട്ടുന്ന പേപ്പറിൻ്റെ മുകളിൽ കുരിശ് വരയ്ക്കുന്ന പോലെ എൻ്റെ നെറ്റ് തടത്തിൽ ഞാൻ എപ്പോഴും ഇവിടുത്തെ തൈലം തൊട്ട് കുരിശ് വരയ്ക്കുമായിരുന്നു. പോയി എക്സാം എഴുതി, ഞാൻ അതിനും പാസ്സായി. 3 ദിവസം കൊണ്ട് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അടുത്തത് അതേപോലെ തന്നെ അടുത്ത മൊഡ്യൂൾ കിട്ടണം. ഞാൻ അടുത്ത മൊഡ്യൂളിന് പോകുകയാണ്. എനിക്ക് കൊൽക്കത്തയിൽ ഡേറ്റ് കിട്ടി. അതും ഇങ്ങനെ പിന്നെ ഒരച്ഛൻ വഴി തന്നെ എന്നെ സഹായിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഇനി എന്തായാലും ഉഴപ്പരുത്, നീ പഠിച്ചോ, നിനക്ക് കിട്ടും. ഞാൻ പോയി കൊൽക്കത്തയിൽ എക്സാം എഴുതി. അതായത് സ്പീക്കിങ് എനിക്ക് പാടായിരുന്നു, റൈറ്റിങ് എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ സ്പീക്കിങ്ങിന് പാസ്സായി, റൈറ്റിങ്ങിന് ഞാൻ ഫെയിലായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? പപ്പ പറയുന്നത് നിർത്തുന്ന. കാരണം ഇത് എത്ര പൈസയാണ് മുടക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് മാത്രം പോരല്ലോ, യാത്രാ ചെലവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പപ്പ പറയുന്നത് നീ നിർത്തിക്കോ, ഇത് പറ്റില്ല, അനീത്തിനെയും പഠിപ്പിക്കണം, വേറെ വഴിയൊന്നുമില്ല. കഴിഞ്ഞ് ഞാൻ പിന്നെയും വന്ന് എന്ത് ചെയ്യും മാതാവേ, എനിക്കൊരു വഴി കാണിച്ചാ. ഈ സമയത്തൊന്നും ഞാൻ പുതുക്കുന്നില്ല, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിയിട്ടേ ഇല്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ പുതുക്കുന്നേ ഇല്ല ഉടമ്പടി. എനിക്ക് പിന്നെ ഡേറ്റ് കിട്ടി, 4 സ്ഥലങ്ങളിൽ ഡേറ്റ് കിട്ടി. ഞാൻ 4 എക്സാം എഴുതി, ഞാൻ 4 തോറ്റു. പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടി 11-നും 12-നും എൻ്റെ റിസൾട്ട് വന്നു. 11-നും 12-നും ഞാൻ തോറ്റു. അങ്ങനെ 7 തവണ ഞാൻ റൈറ്റിങ്ങിന് തോറ്റു. ഇതിൽ കൂടുതൽ ഒരാൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഞാൻ ആകെ തകർന്നു പോയി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണം ഉറപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായി, ഇതിൻ്റെ പേരിൽ വഴക്കായി, ബഹളമായി. കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, സങ്കടമാണ്, പൈസ ഒന്നുമില്ല, എല്ലാം കെട്ടുതാലി വരെ ഊരി വെച്ചിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ വിടുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിർത്താൻ പറയുന്നതിന് ഞാനൊരു ഇതും പറയില്ല. അങ്ങനെ ഞാൻ പിന്നെ അമ്മ പറഞ്ഞു, നീ ഒന്നും കൂടി ഉടമ്പടി പുതുക്കുക. പപ്പ പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കാനൊന്നും പോകണ്ട. അമ്മ പറഞ്ഞു, ചേട്ടായി ഒന്നും കൂടി നോക്കി, ഇവളുടെ ഭാഗത്ത് എന്തോ തെറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇവൾ പോയി പുതുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ടും കിട്ടും, 100% ഉറപ്പ്. ഞാൻ തിരിച്ചിവിടെ വന്നു. മാതാവിനോട് ഇവിടെ ഇരുന്ന ഞാൻ കരയുന്നത്, കരഞ്ഞ് ഒരു ഉച്ച വരെ ഞാൻ കരഞ്ഞു. മാതാവേ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇനി ചെയ്തോളൂ, ഇനി ഞാൻ ഉഴപ്പില്ല, 100% ഉഴപ്പില്ല, ഇത് ഞാൻ വാക്ക് തരുന്നതാണ്. ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്തു. അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നെ ഒന്ന് നോക്കി. അപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. അച്ഛൻ എന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് ഞാൻ പാസ്സാകുമെന്നായിരിക്കും അച്ഛൻ നോക്കിയതിൻ്റെ അർത്ഥം എന്നും പറഞ്ഞ് ഞാൻ പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ ഡേറ്റ് സെപ്റ്റംബർ മാസം അവസാനമേ ഡേറ്റ് കിട്ടുള്ളൂ. ഞാനാണെങ്കിൽ ജൂലൈയിൽ കഴിഞ്ഞിട്ട് നിൽക്കുക, എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുക. ഇനി ഒരു എക്സാം എടുക്കണമെങ്കിൽ ഞാൻ സെപ്റ്റംബറിൽ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതായത് ഫെബ്രുവരിയിൽ ഇൻടേക്കിന് എനിക്ക് പോകാൻ പറ്റില്ല. ഒരു ഇൻടേക്കിൽ 15 പേരെ കൊണ്ടുള്ളൂ. അപ്പോൾ അതിന് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. 3 വർഷം കഴിഞ്ഞു ഈ ജർമ്മൻ ഭാഷയുടെ പുറകെ പോയിട്ട്. അപ്പോൾ ഇനിയും താമസിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യുക? സെപ്റ്റംബറിലെ ഡേറ്റ് ഉള്ളൂ. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു ഡേറ്റ് എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ മാതാവേ. അങ്ങനെ തിരുവനന്തപുരത്ത് ഇവിടുന്ന് ഇതെടുത്ത് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് റീഓപ്പണായി. അതിൽ ഒരേ ഒരാൾക്ക്, ഞങ്ങൾ കുറേ പേര് വെച്ച്, പക്ഷെ ഒരേ ആൾക്ക്, അതെനിക്ക് മാത്രം അവിടെ സീറ്റ് കിട്ടി. ഞാൻ ജൂലൈ 26-ന്, സെപ്റ്റംബറിൽ എഴുതേണ്ട ഞാൻ ജൂലൈ 26-ന് എക്സാം എഴുതാൻ പോവാ. ഈ എക്സാം എഴുതാൻ പോകുന്ന വഴിക്ക് ഈ കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ ബസ് പോകുന്നത്. എനിക്കറിയില്ല കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ ബസ് പോകുന്നതെന്നൊന്നും. പക്ഷേ കൃപാസനം എത്താറായി കഴിഞ്ഞപ്പോൾ ഈ കണ്ടക്ടർ വിളിച്ച് പറയുകയാണ്, കൃപാസനത്തിൽ ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങിക്കോ എന്ന്. ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ആകെ ആ മുന്നിലെ മാതാവിനെ മാത്രം എനിക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഉറപ്പാണ്, 100% ഉറപ്പാണ് ഞാൻ പാസ്സാവും, 100%. കാരണം മാതാവിനെ കാണാൻ പറ്റിയിട്ടല്ല ഞാൻ പോകുന്നത്. അന്നാണ് എൻ്റെ എക്സാം, ഉറപ്പായിട്ടും ഞാൻ ജയിക്കും. അങ്ങനെ ഞാൻ പോയി പരീക്ഷ എഴുതി. പരീക്ഷേൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല കോൺഫിഡൻസാണ്. കാരണം ഞാൻ നന്നായി എഴുതുന്നുണ്ട്, ഒരക്ഷരത്തെറ്റ് പോലും ഇല്ല. എനിക്ക് 100% ഉറപ്പാണ് ഞാനിത് പാസ്സാവും. ചോദ്യമൊക്കെ വായിച്ചിട്ട് 1-2 പിടി കിട്ടുന്നില്ല, പക്ഷെ ഞാൻ എഴുതും. പക്ഷെ മാതാവ് ഉള്ളിലിരുന്ന് മാതാവ് തന്നെ അത് പറഞ്ഞേ. മാതാവ് പറയാണ്, നീ എഴുതിയത് വെട്ടിക്കോ. നിങ്ങൾക്കറിയാം, ജർമ്മൻ എഴുതിയവർക്കറിയായിരിക്കും,
ഒരു പരീക്ഷ പേപ്പറിൽ ഒരു കുത്തോ പോയിൻ്റോ നമ്മൾ വെട്ടുകയോ പറക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ടും തോക്കുന്നു, 100% ഉറപ്പാണ്. അത്രയും ക്ലിയറായി എഴുതിയിട്ട് ഒരു തെറ്റുപോലും ഇല്ലാതെ എഴുതിയിട്ട് 45 മാർക്കോട് കൂടി ഞാൻ തോറ്റവളാണ്. അങ്ങനെയുള്ളപ്പം മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും തോക്കും, 100% ഉറപ്പ്. ഞാൻ എന്നിട്ടും മാതാവിന് വിട്ടുകൊടുത്തു. എന്തായാലും മാതാവ് പറയുന്നതല്ലേ. ആ സമയത്തൊക്കെ ഭയങ്കര എന്താ മുല്ലപ്പൂവിൻ്റെ മണമാട്ടോ, ഭയങ്കര മുല്ലപ്പൂ. എൻ്റെ അടുത്ത് എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതെല്ലാം വെട്ടി ഞാൻ പിന്നെ എഴുതി. ഞാൻ ഇറങ്ങിയ പാട് പപ്പേനോട് പറഞ്ഞു, പപ്പ ഞാൻ തോക്കും കേട്ടോ, ഇതിന് ഞാൻ തോക്കും, പപ്പ എന്നോടൊന്നും പറയരുത്, ഞാൻ പഠിത്തം നിർത്തി, ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറിക്കോളാം എന്നും പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്നത്. 41 ദിവസമാണ് തിരുവനന്തപുരത്തെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ. എന്നോട് പപ്പ പറയണം വീട്ടിൽ. അപ്പോഴേക്കും പപ്പ തുടങ്ങി, നീ ജോലിക്ക് കയറി, നീ നോക്കുന്നില്ല ജോലിക്ക് വിളിച്ചു ചോദിക്കുന്നു, ആരോടൊക്കെയോ വിളിച്ചു ചോദിക്കുന്നു, ജോലി പിന്നെ കൊച്ചിനിങ്ങനെ ഒരു ജോലി ശരിയാക്കി കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒട്ടും സഹി കെട്ടു. അപ്പോഴേ ഞാൻ അമ്മേനോട് പറയുന്നത്, അമ്മയൊന്ന് പെട്ടെന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ എന്നെ എവിടെയെങ്കിലും പിടിച്ച് കയറ്റും, എനിക്ക് വേറെ വഴിയില്ല. 41 ദിവസം കൊണ്ട് വരേണ്ട റിസൾട്ട് അന്ന് ആദ്യമായിട്ട് 24 ദിവസം കൊണ്ട് വന്നു. വൈകുന്നേരം റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ പാസ്സായി. ഞാൻ എങ്ങനെ പറയണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ വെട്ടി എഴുതിയ സംഭവം എങ്ങനെ പാസ്സാക്കി തന്നു എനിക്കറിയത്തില്ല, എങ്ങനെ പാസ്സാക്കിയെന്ന്. പക്ഷെ ഞാൻ അവിടെ കയറുമ്പോൾ ഒന്നും നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ പാസ്പോർട്ടും ഹാൾ ടിക്കറ്റും മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പേന പോലും അവരാ തരുന്നത്. അങ്ങനെയുള്ളപ്പം നമ്മുടെ ശരീരം മുഴുവൻ പരിശോധിക്കും. ഒരു ലേഡി അവിടെ നിന്ന് നമ്മുടെ ശരീരം പരിശോധിക്കും. ഞാൻ എങ്ങനെയാണെങ്കിലും ആ ഉപ്പ് തൈലം ഞാൻ തലയിലും നെറ്റിയിലും നന്നായി തൊടും. അപ്പോൾ എനിക്ക് ആ തൈലം എന്തായാലും കയറുമ്പോൾ തൊടാൻ പറ്റും. ഉപ്പ് ഞാൻ എപ്പോഴും ജീൻസ് ഇടും. അപ്പോൾ കുഞ്ഞി പോക്കറ്റുണ്ട്, ആ കുഞ്ഞി പോക്കറ്റിൽ ഇച്ചിരി എടുത്തിടും. പിന്നെ ആ കാശുരൂപവും കയറ്റണം, എനിക്ക് നിർബന്ധമാണ് കാശുരൂപം കയറ്റണത്. അങ്ങനെ ഞാൻ ജീൻസ് കെട്ടുന്ന ബെൽറ്റിൻ്റെ അടിയിൽ ജീൻസും ബെൽറ്റുമായിട്ടൊരു ഇതാക്കി അതിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് ഞാൻ കയറി പരീക്ഷ എഴുതുന്ന സമയത്ത് വയറുവേദനയാകുന്ന പോലെ ഞാൻ എന്താ വയറ് ഞെക്കി പിടിക്കുക. അപ്പോൾ അവർ കാണുന്നവരോർക്കും വയറുവേദനയായിട്ടായിരിക്കും ആ കൊച്ച് ഞെക്കി പിടിക്കുന്നതെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ മാതാവിനെ പിടിക്കുന്നതാണ്. അങ്ങനെ എഴുതിയ എക്സാമാണത്. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എഴുതിയ പരീക്ഷ. അതിൽ പാസ്സാക്കിയത് ഉറപ്പായിട്ടും മാതാവ്, അല്ലാതെ ഞാൻ അതിലൊരിക്കലും ജയിക്കത്തില്ല, 100% ഉറപ്പ്. എൻ്റെ ഭാഗത്തുനിന്ന് അയോഗ്യതകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എന്നെ ജയിപ്പിക്കണമെങ്കിൽ മാതാവിനെ കഴിയത്തുള്ളൂ. അങ്ങനെ ഞാൻ 4 മൊഡ്യൂളും പാസ്സായി. എന്നാലും ഫെബ്രുവരിയിൽ ഇൻടേക്കിന് പോകണമെങ്കിൽ ബഷേഡ് എന്ന് പറയുന്ന ഒന്ന് വരണം, അവിടെ നിന്ന് വരേണ്ട ഒരിതാണ്. എൻ്റെ ഇത് മാത്രം വന്നില്ല. എൻ്റെ പുറകെ ജയിച്ചവരും മുന്നേ ജയിച്ചവരും എല്ലാവർക്കും ബഷേഡ് വന്നു, എനിക്ക് മാത്രം ബഷേഡില്ല. അപ്പം ഉറപ്പായി ഇനി അടുത്ത ഇന്ത്യക്കും പോകാൻ പറ്റില്ല. അപ്പം അമ്മ പറയാണ്, ഒക്ടോബർ മാസം ജപമാല മാസമാണ്, നീ മാതാവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കും, നിനക്ക് കിട്ടും. ഞാൻ ചെമ്പേരി അഖണ്ഡ ജപമാലയ്ക്ക് 30-ാം തീയതി കൂടുകയും 30-ാം തീയതി ഞാൻ അഖണ്ഡ ജപമാലയിൽ ഇത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അത് ലൂർദ് മാതാവിൻ്റെ പള്ളിയാണെങ്കിലും ഞാൻ കൃപാസന മാതാവേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അമ്മ പറഞ്ഞു, ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, ഇന്ന് മാതാവ് നിനക്ക് തന്നിരിക്കും ബഷേഡ്. അന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ജപമാല റാലി പങ്കെടുക്കുകയാണ്. ഇവിടുത്തെ ജപമാല റാലി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വീടിൻ്റെ അവിടെയുള്ള ജപമാല റാലി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ബഷേഡ് വന്നു. ഉടനെ തന്നെ പിന്നീട് എല്ലാം സ്പീഡിപ്പിലായിരുന്നു. എങ്ങനെ പറയുക, കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ടായിരുന്നു എൻ്റെ വിസ വരുന്നത്, പിറക്കുന്ന എല്ലാം കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിസയ്ക്ക് പോവുകയാണ്. വിസയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പേപ്പർ കൊണ്ട് ഇവിടുന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒരു സൈനോ കുത്തോ ഒന്നും നീ ഇടണ്ട, എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നീ എന്ത് ചെയ്യുക, വിസയ്ക്ക് ചെന്നാൽ മതിയെന്ന്. വിസയ്ക്ക് ചെന്ന് ഇരിക്കുമ്പോൾ അവരെന്നോട് പറയുകയാണ്, കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്യേണ്ടെന്ന്, അത് ഞങ്ങളല്ല ഇടിയിപ്പിക്കേണ്ട, നിങ്ങളുടെ അവർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇടണ്ടെന്ന്. അങ്ങനെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കാതെ എൻ്റെ പേപ്പറെല്ലാം അവർ മേടിച്ചു വെച്ചു. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഇടവക അച്ഛനെയും കൊണ്ട് എൻ്റെ പാസ്പോർട്ടും വിസയ്ക്കുള്ള സകല സാധനങ്ങളും അച്ഛനെയും കൊണ്ട് വെഞ്ചരിച്ചായിരുന്നു. അതേപോലെ ഉപ്പ്, എൻ്റെ പാസ്പോർട്ടിൻ്റെ ഓരോ പേജിലും ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു. ഓരോ പേജിലും ഞാൻ ഇവിടുത്തെ തൈലം വെച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, നീ ആ കോൺട്രാക്റ്റ് സൈൻ ഇട്ടോ അല്ലെങ്കിൽ നിൻ്റെ വിസ റിജക്റ്റ് ആവുന്നത്. പക്ഷെ ഞാനിത് കേൾക്കുന്നില്ല, ഞാൻ അവോയ്ഡ് ചെയ്തു. ഞാൻ എല്ലാവരും അവരെ കെട്ടിയെല്ലാം അവരെടുത്തു. അത് കഴിഞ്ഞിട്ട് ബയോമെട്രിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാനൊന്ന് എൻ്റെ പേപ്പർ നോക്കിക്കോട്ടെ, ഞാൻ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാർ എന്നോട് നോക്കിയിട്ട് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് സാർ ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറേ എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ടെൻഷനില്ല, ഇത് വിസ റിജക്റ്റ് ആയിപ്പോയി, എനിക്ക് സഹിക്കില്ല സാറേ, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു.
ആ സാറ് എൻ്റെ പേപ്പർ നോക്കി സകല ഇത് നോക്കി കോൺട്രാക്റ്റിൽ എന്നെ സൈൻ ചെയ്യിപ്പിച്ചു. വേറെയും പല സ്ഥലങ്ങളിലും സൈൻ ചെയ്യാനുണ്ടായിരുന്നു, അതിലെല്ലാം സൈൻ ചെയ്യിപ്പിച്ച് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, 6-ാം തീയതി എനിക്കൊരു തെളിവ് വരണം, 8-ാം തീയതി എൻ്റെ വിസ എനിക്ക് അടിച്ചു കിട്ടണം, 6-ാം തീയതി എനിക്കെൻ്റെ നിൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. 8-ാം തീയതി വൈകിട്ട് 5 മണിയായപ്പോൾ എൻ്റെ വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. അത് കഴിഞ്ഞ് ഫെബ്രുവരി പകുതിക്ക് ശേഷം പോകുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ പോകുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയോളം മേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കടമായിട്ടാണ് മേടിക്കുന്നത്. അപ്പം തിരിച്ചു കൊടുക്കണം. ഈ പകുതിക്ക് ശേഷം പോകുന്ന എനിക്ക് എങ്ങനെ അവളുടെ കടം വീട്ടാൻ പറ്റും? വീട്ടിലേക്ക് വയ്ക്കാൻ പറ്റില്ല, കടവും വീട്ടാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, മാതാവിനോട് പറഞ്ഞായിരുന്നു, എന്നെ ഫെബ്രുവരിയിൽ ആദ്യം ഒന്ന് കൊണ്ടുപോകും മാതാവ് പ്ലീസ്, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും വിസ കിട്ടിയല്ലോ, അതുകൊണ്ട് ഫെബ്രുവരി ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കുവാണ്. ഈ ഞായറാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനി ഞാൻ കാരുണ്യപ്രവൃത്തിയായി ചെയ്തത്, എനിക്ക് കാരുണ്യപ്രവൃത്തിയായിട്ട് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന്, ഞാൻ പഠിക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത്, ഈ ഓൺലൈനിലൊക്കെ ആയിട്ട് കാണിക്കും, ഈ രോഗിയായിട്ട് കിടക്കുന്ന ആൾക്കാരെ സഹായിക്കുമെന്ന്. അതിലേക്കൊക്കെ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ സ്വരൂപിച്ച് വെച്ച് അതിലേക്ക് അയക്കുമായിരുന്നു. അതേപോലെ ഞാൻ എന്നേക്കാൾ കഴിവില്ലാതെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഞാൻ നോട്ട് എഴുതിയും അവരായിട്ട് പറയുന്ന കേട്ടൊക്കെ അവരെ തിരുത്തിയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. അതേപോലെ എല്ലാ മാസവും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇതേവരെ ഞാനൊരു കുർബാന അർപ്പിച്ചിട്ടില്ല. പക്ഷേ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാ മാസവും ഓരോ കുർബാന അർപ്പിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പോസ്റ്റ് ബി സി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെ 3 ക്രിസ്ത്യാനികളേ ഉള്ളൂ. ബാക്കി ആർക്കും ഈശോനെയും മാതാവിനെ കുറിച്ച് അറിയില്ലാത്തവരായിരുന്നു. അവരോടൊക്കെ ഞാൻ ഈശോനെയും മാതാവിനെയും ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിൽ പലരും ഇവിടെ വന്നിട്ട് ഉടമ്പടി വരെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പത്രം വിൽക്കുമായിരുന്നു, രോഗികളെ സന്ദർശിക്കും, അവരെ കുളിപ്പിക്കുമായിരുന്നു. ഇതേപോലെ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വചനം ഉണ്ടായിരുന്നു. ആ വചനമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഏശയ്യാ 60:2, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിൻ്റെ മേലുദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ഈ വചനം സത്യമായ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്നെപ്പോലെ പഠിക്കുന്നവരും ജർമ്മൻ ഭാഷയോ അല്ലെങ്കിൽ വേറെ ഏത് വിഷയം പഠിക്കുന്നവരോടും പറയുവാണ്, ഒരു ദിവസം നിങ്ങളിവിടെ സമയമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ സന്നിധിയിൽ ഉരുകി പ്രാർത്ഥിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. കാരണം എനിക്ക് പറ്റില്ല. 11 എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷങ്ങൾ മുടങ്ങിയെന്നറിയോ? എങ്ങനെ ഒരു പൈസ എടുക്കാനില്ലാത്ത എൻ്റെ വീട്ടുകാർ 11 എക്സാമിന് എന്നെ വിടുക, ഞാൻ പാസ്സാവുക, ഞാൻ ജർമ്മനിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ഈ നിൽക്കുന്ന മാതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഒരു സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചോ, ഉറപ്പായിട്ട് നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും കരയേറ്റുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എനിക്ക് വന്ന് സാക്ഷ്യം പറയുവാൻ മാതാവ്, കൃപാസന മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആ വലിയ കൃപയോർത്ത് അളവറ്റ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം കരയേറ്റുകയാണ്. എൻ്റെ പേര് രാജീവ് വർഗീസ്. ഞാൻ വരുന്നത് കൊടിനാട്ടുകുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവാംഗമാണ്. ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് കാനഡയിലാണ്. ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ വഴിയും എൻ്റെ ഫ്രണ്ട്സ് വഴിയും പിന്നെ യൂട്യൂബ് വഴിയുമാണ് ഞാൻ അറിയുന്നത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വളരെ കാലത്തിന് ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് മാസം 31-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് രജിസ്റ്റേർഡ് നേഴ്സിന് ഉള്ള ഒരു എക്സാം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉടമ്പടിക്ക് മുമ്പായിട്ട് ഞാൻ ആ പരീക്ഷ എഴുതി. പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പോസ്റ്റുള്ള പരീക്ഷ ഞാൻ എഴുതുന്നത്. അതിന് പറയുന്ന പേര് NCLEX RN എന്നാണ് എക്സാമിൻ്റെ പേര്. അത് നല്ല ടഫുള്ള എക്സാമാണ്. ഞാൻ ഈ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് നല്ല പനിയായിരുന്നു. ആ പനിയും അതുപോലെ തന്നെ എനിക്ക് ശരിക്കും പഠിക്കാനും പറ്റിയില്ല. പക്ഷേ ഞാൻ പരീക്ഷാ സമയത്ത് പോയപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച കാശ് രൂപം കൊണ്ടാണ് ഞാൻ പോയത്. ആ കാശ് രൂപം വെച്ച് ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ പരീക്ഷ എഴുതി അത്രയും പോലും നല്ലതായിട്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാകുകയാണ് ഉണ്ടായത്. അതിന് മാതാവിന് കോടാനുകോടി നന്ദി സ്തുതിയും കരയേറ്റുന്നു.
പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാൻ ആ സമയത്ത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആ സമയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. എല്ലാവരും പാസ്സായി എല്ലാ സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു റെസ്യൂമികളൊക്കെയും ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു നേരിട്ട് മാതാവിൻ്റെ കാശ് രൂപവും പിടിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ അവിടെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ മാനേജർ അരികെ ഞാൻ റെസ്യൂമി കൊടുക്കുന്നതിന് മുമ്പായിട്ട് മാതാവിൻ്റെ ഇവിടുന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി തൈലം ഞാൻ ആ റെസ്യൂമിയിൽ ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ആ മാനേജറെ കൊടുത്തത്. അവർക്ക് എന്നോട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് തോന്നിയത്. എനിക്ക് തന്നെ അതിശയം തോന്നി. ഞാൻ അതിന് സെക്കൻഡ് ഡേയിൽ അവർ ഇൻ്റർവ്യൂവിന് സെറ്റപ്പ് ആക്കുകയും എന്നെ പെട്ടെന്ന് അവർ അവിടെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടുത്തെ അക്യൂട്ട് കെയർ എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ അവിടെ 6 മാസം വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമാണ്, എനിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം ആയി കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം കോവർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വർക്ക് ചെയ്ത് അതിനുശേഷം ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് എൻ്റെ കോവർക്കേഴ്സിന് കിട്ടുന്നത്. അവരെന്നെ എൻ്റെ ടെമ്പററി പൊസിഷനിലാണ് ഞാൻ കയറിയെങ്കിലും അവരെന്നെ അവിടുന്ന് വിടത്തേയില്ലായിരുന്നു. അവരെന്നെ മാക്സിമം അവിടെ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് പൊസിഷൻ കിട്ടി. ഇപ്പോൾ ഞാൻ പെർമനൻറ്റ് പൊസിഷനിൽ നല്ലൊരു സ്ഥലത്ത്, മുമ്പത്തേനേക്കാട്ടിലും നല്ല സ്ഥലത്ത് തന്നെ, എനിക്ക് നല്ല കോവർക്കേഴ്സ് ഉള്ള സ്ഥലത്ത് എനിക്ക് വർക്ക് ചെയ്യുവാൻ മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു നിയോഗം ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിരുന്നത്, എനിക്ക് അവിടെ കാനഡയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചത് അത് അക്ഷരം പ്രതി എനിക്ക് മാതാവ് ബ്ലെസ്സിങ് ചെയ്ത് തരികയാണ് ഉണ്ടായത്. കാരണം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഹൈവേയിൽ കൂടെ തന്നെ ഡ്രൈവ് പോകുന്ന സ്ഥലമാണ്. അപ്പം ഡ്രൈവ് ചെയ്ത് മാതാവ് എന്നെ വളരെ നല്ല രീതിയിൽ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുവാൻ മാതാവ് എനിക്കൊരു അനുഗ്രഹം തന്നിരിക്കുകയാണ്. പിന്നെ എനിക്കുണ്ടായ വേറൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാനത് ഉടമ്പടിയിൽ വെക്കാത്ത ഒരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ ഇടത് കാലിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ എപ്പോഴും ചൊറിഞ്ഞു പൊട്ടി എല്ലാ വർഷവും ഒരേ സീസണൽ ആയിട്ടുള്ള ഒരു ഡിസീസ് പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പണ്ടുള്ള ചെരുപ്പിട്ട് അലർജി ആയിട്ടാണ് എനിക്കിത് വന്നിരുന്നത്. ഏകദേശം 10-12 വർഷത്തോളമായിട്ട് എനിക്കത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വരും, പിന്നെ എന്തെങ്കിലും ഡോക്ടറെ കാണും, സ്റ്റീറോയിഡിൻ്റെ ആപ്ലിക്കേഷൻ ഒരു ക്രീം തേച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പോകും. വീണ്ടും ഇത് പിന്നെയും അപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ എല്ലാ വർഷവും ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ചെരുപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെരുപ്പ് മാറ്റുന്നു, സോക്സ് മാറ്റുന്നു. എന്നിട്ടും ഇത് കുറച്ച് നാളത്തേക്ക് വരും, പിന്നെയും ഇത് പോകും, പിന്നെയും വരും. ഇതെനിക്കൊരു ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തുടങ്ങി. ഞാൻ വെഞ്ചരിച്ച ഉടമ്പടി തൈലം ഞാൻ ആ മുറിവേൽ പുരട്ടിയതിന് ശേഷം പിന്നെ ഞാൻ അതിൻ്റെ കാര്യമേ വിട്ടുപോയി. ഇങ്ങനെ ഒരു ചൊറിച്ചിലുള്ളതായിട്ട് പോലും എനിക്ക് പിന്നെ ഫീൽ ചെയ്തില്ല. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് മാതാവ് എന്നെ സൗഖ്യമാക്കിയ വിവരം. ഇത് ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു സൗഖ്യമാണ് മാതാവ് എനിക്ക് തന്നത്. പിന്നെ എനിക്ക് ലഭിച്ച വേറൊരു സൗഖ്യം എന്ന് പറയുന്നത് ഇതും ഉടമ്പടിയിൽ വെക്കാത്തതാണ്. എൻ്റെ ചെവിയുടെ സൈഡിലായിട്ട് ഒരു മറുകുണ്ടായിരുന്നു. ഈ മറുക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചൊറിയും, അതിൻ്റെ സ്കാബ് മുകളിലത്തെ തൊലി ഇങ്ങനെ അടന്നു വരും. പിന്നെയും അത് വലുതൊന്നുമല്ല, ചെറുതാണ്. പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ കൈ അങ്ങോട്ട് പോകും, ചൊറിയും. ഇതായിരുന്നു പരിപാടി. അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടില്ല. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ചൊറിച്ചിൽ തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു പേടിയും തോന്നി, എന്താണ് ഈ മറുക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഡോക്ടറെ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി തൈലം ഞാൻ ഈ മറുകയിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യമേ ഞാനും മറന്നുപോയി. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തപ്പി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ ഇങ്ങനെ ഒരു മറുക് എനിക്കിവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അതിൻ്റെ പാട് പോലും ഇല്ലാതെ ആ മറുക് അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫുഡ് ഡൊണേഷന് ഞാൻ കാനഡയിൽ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന സ്റ്റോറുകളിൽ, ഗ്രോസറി മേടിക്കുന്ന സ്റ്റോറുകളിൽ ഫുഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു പാക്കറ്റുകൾ അവിടെ വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കണ്ടെയ്നർ വെച്ചേക്കും. ഞാൻ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഫുഡ് മേടിക്കുമ്പോൾ ഒരു അംശം അതിൻ്റെ അകത്ത് കൊണ്ട് ഞങ്ങൾ ഫുഡ് മേടിക്കുന്ന സമയത്തെല്ലാം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെ പാവങ്ങളായിട്ട് തോന്നുന്നവർക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു. ഇത് രണ്ടുമാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ആത്മീയ കാര്യത്തിൽ എനിക്ക് വളർച്ച ലഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒരു കൊന്ത ചെല്ലും. തിരിച്ചു വരുമ്പോൾ ഞാൻ 2 കൊന്ത ചെല്ലിയാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം അതിനുള്ള സമയം എനിക്കുണ്ട്. 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് ഒരു കൊന്ത ചെല്ലും. അങ്ങനെ 4 കൊന്ത ഒരു ദിവസം ചെല്ലുവാൻ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. കാരണം കൊന്ത ചെല്ലാനുള്ള മടുപ്പ് മാറ്റിക്കിട്ടി. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകൾ ഒരു ദിവസം പോലും മുടക്കാതെ എനിക്ക് കൂട്ടമായിട്ടിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമുള്ള കൃപ ലഭിച്ചു. ഇതൊക്കെയാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന്, കൃപാസന മാതാവിന് ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ കോടാനുകോടി നന്ദിയും സ്തുതി. പേര് ലിൻസി ജോൺസൺ. ഞാൻ തൊടുപുഴ കരിമണ്ണൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോനാണ്. പേര് ജെറിൽ ജോൺസൺ. ഞാൻ 2019 മുതൽ ഇവിടെ ഉടമ്പടിയിൽ ആണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കൃപാസനം പത്രം തന്നു. അപ്പോൾ ആ പത്രത്തിലെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്കിവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ചേച്ചി പിന്നീട് ഒരു ദിവസം പോകാൻ സമയത്ത് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല. പിന്നീട് ഒരു ദിവസം മോനെയും കൂട്ടി ഇവിടെ വന്ന്, മോനുണ്ടാകുന്ന സമയത്ത് ഫ്ലൂയിഡ് ഇല്ലാതെ കിടന്നുണ്ടായി. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മോനെയും കൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് അവനെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് മുടങ്ങാതെ സ്കൂളിൽ ഇവന് പോകാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് അച്ഛനെ കണ്ട് അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ല പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് തിരിച്ചു വിട്ടു. അങ്ങനെ ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലാതെ ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങാതെ അവന് സ്കൂളിൽ പോകാൻ സാധിച്ചു. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും അവനുണ്ടായില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മോനൊരു വയറുവേദന ഉണ്ടായി. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ വെള്ളം കുടിക്കാത്തതിൻ്റെ, ഇവന് വെള്ളം കുടിക്കാൻ മടിയാണ്. അപ്പോൾ വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മാസം ഗ്യാസിൻ്റെ മരുന്നും അങ്ങനെ ഓരോ മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷേ യാതൊരു കുറവും ഉണ്ടായില്ല. പിന്നീട് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുടലിന് ഗ്യാസ് കയറി കുടൽ മൊത്തം വീർത്ത് കെട്ടിയിരിക്കുവാണ്. അപ്പോൾ നമുക്കൊരു സർജറി വേണ്ടി വരും. നിങ്ങൾ അതിനു മുമ്പായിട്ട് കുറച്ച് സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ചെയ്ത് നോക്കണം. ഡീറ്റെയിൽഡ് സ്കാനിങ് ആണ്. ഇപ്പം മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറേ സമയം എടുക്കും. അതിനായിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബുക്കിംഗ് ഇല്ലായിരുന്നു. എല്ലാം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയച്ചു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായി. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. നിസ്സാര കാര്യമാണെന്ന് ഓർത്തുകൊണ്ടിരുന്നെടുത്ത് ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സർജറി വേണ്ടി വരുമായിരിക്കും, കുടൽ ബ്ലോക്കാണെന്നൊരു സംശയമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിന് പ്രകാരം ഞങ്ങൾ അവിടെ സ്കാനിങ്ങിലുള്ളത് പിറ്റേ ദിവസം പോയി ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് തൈലം പൂശി ജോസഫ് അച്ഛൻ ഇവൻ്റെ കയ്യിൽ കാശ് രൂപം വെഞ്ചിരിച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സൈത്ത് പൂശി അവൻ്റെ വയറിൽ പൂശി അച്ഛൻ പ്രാർത്ഥിച്ചു. പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി. അതിന് ശേഷമാണ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയത്. അപ്പോൾ അച്ഛൻ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് മോൻ്റെ വയറ് ഗ്യാസ് കെട്ടി വീർത്തിരുന്ന വയറായിരുന്നു. ഒരു രീതിയിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ലാതെ ഇരുന്നതാണ്. അത് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തൊട്ട് വയറ് നല്ലോണം ചുങ്ങാൻ തുടങ്ങി. ഞങ്ങൾ സ്കാനിങ്ങിന് ഡേറ്റ് എടുത്തത് കൊണ്ട് അവിടെ പോയി സ്കാൻ ചെയ്തു.
അന്നേരം സ്കാൻ ചെയ്ത് അവിടുത്തെ പിന്നെ കയറുന്നതിന് മുമ്പ് ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. ഡോക്ടറുടെ അടുത്ത് നിന്ന് തന്ന ആ റിപ്പോർട്ടിലും ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ സ്കാനിങ്ങിന് കൊടുത്തത്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇവന് ഭയങ്കര പേടിയായിരുന്നു. എക്സ്റേ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവൻ ഒരു രീതിയിൽ അടങ്ങി കിടക്കില്ലായിരുന്നു പേടിച്ചിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ ഇവൻ്റെ കയ്യിലൊരു കാശ് രൂപം കൊടുത്തോട്ടെ, ഇവന് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അതിനെന്താ മോളെ, ഞാനും കൃപാസനത്തിൽ പോകുന്ന ആളാണ്, ധൈര്യമായിട്ട് കൊടുത്തോ, ഒരു കുഴപ്പം വരികയില്ല, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞു. അന്ന് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളോട് ഇനി ചെല്ലുന്ന ദിവസം സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു വിട്ടതായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം സ്കാനിങ് റിപ്പോർട്ടും മേടിച്ച് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കാണുന്നതിന് മുമ്പും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല, എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്, നീ ഞങ്ങളെ പേടിപ്പിച്ചതായിരുന്നല്ലോടാ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ലല്ലോടാ, ഗ്യാസിൻ്റെ ചെറിയ പ്രശ്നം മാത്രമേ കാണാനുള്ളൂ, അതും ഇപ്പോൾ വയറ് നോർമലായി, ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മോന് മാതാവ് ഈശോ വഴി പൂർണ്ണ സൗഖ്യം നേടിത്തന്നു. പിന്നെ 2025 ജൂലൈയിൽ ഞാൻ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണപ്പോൾ എൻ്റെ പിള്ളേരുടെ ഊഞ്ഞാലിൽ തട്ടി എൻ്റെ കാല് നിലത്തുനിന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ മുഖം അടിച്ച് ഒരാളെടുത്ത് അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ, കാലയെ പിടിച്ചടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഞാൻ വീണത്. എൻ്റെ മുഖം മൊത്തം നീര് വെച്ച്, എൻ്റെ കണ്ണൊക്കെ കറുത്ത്, ചുറ്റിനും കറുത്ത്, വായെല്ലാം പൊട്ടി, പല്ലെല്ലാം കൊണ്ട് വായ്ക്കകമെല്ലാം പൊട്ടി, മൂക്കിനും പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടുന്ന് ഒരു പ്രകാരത്തിൽ ഇറങ്ങി വന്ന് അടുത്തുള്ള ചേച്ചി വിളിച്ച് അവർ പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അപ്പോൾ വീണപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ എനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ മാതാവ് ഇടപെട്ട് ഒരു കുഴപ്പവും വരാതെ എന്നെ രക്ഷിച്ചേക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ അന്നേരം തൊട്ട് ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് മൂക്കയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ, എൻ്റെ അടുത്തുള്ള ചേച്ചിയാണ്, വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ആ ചേച്ചി എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ നോക്കിക്കഴിഞ്ഞപ്പം എക്സ്റേ എടുത്തു. എക്സ്റേയിൽ ഒന്നും കാണാനില്ല. മൂക്കിൻ്റെ ഉള്ളിലൊരു മുറിവുണ്ട്, 2 മുറിവുണ്ട്, നല്ല മുറിവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ തന്നു, ഇൻഫെക്ഷൻ ആകാതിരിക്കാനൊക്കെയുള്ള തന്നു. പക്ഷേ പൊട്ടലുള്ളത് അവർ കണ്ടുപിടിച്ചില്ലായിരുന്നു, അവർ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാൻ, ഒരു കുഴപ്പവും വരുത്തരുതെന്ന് പറഞ്ഞതുകൊണ്ടാവും അത് അവർ കണ്ടിട്ടില്ല. എന്നെ തിരിച്ചു വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്നോട് അവർ പറഞ്ഞു വിട്ടു, തലയനക്കരുത്, ഒരു പണികളും ചെയ്യരുത്, റെസ്റ്റ് എടുത്താൽ മാത്രം മതി. അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഛർദ്ദിക്കുകയോ തലയിറങ്ങി വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്നാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ടും മുഖത്ത് നീരിനൊട്ടും കുറവില്ല, നീര് കൂടി വരുക, വേദനയും കൂടുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ ചെയ്തു. അപ്പോഴാണ് മൂക്കിന് പൊട്ടലുണ്ട്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് അവർ പറഞ്ഞ് അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തൈലം പുരട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഇത് പകുതി കൂടുതൽ മൂക്ക് ജോയിൻ്റായി, ഇനിയിപ്പം നമുക്ക് സർജറി ചെയ്യേണ്ട, മോക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് വലിച്ച് പൊട്ടിച്ചിട്ട് വേണം ഒന്നും കൂടി ചേർത്ത് വെച്ച് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആവശ്യമില്ല, എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഴ്ചയിൽ നിന്ന് ഒരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ തൈലം ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയ വീണപ്പോൾ തന്ന ബ്ലഡ് ക്ലോട്ടാതിരിക്കുക അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ മരുന്നുകളൊന്നും അന്നേരം ഞാൻ കഴിച്ചതുള്ളൂ, വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല. വേദനയ്ക്കുള്ള പെയിൻ കില്ലർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് അമ്മ അങ്ങനെ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തന്നു.
പിന്നെ എനിക്കുണ്ടായത് ഞാൻ തലവേദന മൈഗ്രെയിനായിട്ട് വർഷങ്ങളോളം എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും എന്ന് പറയണ പോലെ എപ്പോഴും തലവേദനയായിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ തലവേദന എനിക്ക് മാറിക്കിട്ടണേ മാതാവെന്ന്. അങ്ങനെ ഇപ്പം എനിക്ക് ആ തലവേദനയില്ല. അങ്ങനെ തലവേദനയിൽ നിന്നും മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഞാൻ മാതാവിനോട് ക്ഷമ യാചിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന ആളാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും മറ്റുള്ളവരെ പാവങ്ങളെ എന്നെക്കൊണ്ടാകുന്ന പോലെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിലൊക്കെ പോയി കണ്ട് എന്നെക്കൊണ്ടാവുന്ന ഒരു തുക എല്ലാ മാസവും അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ആർക്കെങ്കിലും മരുന്ന് വാങ്ങിക്കാനോ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസയൊന്നും എൻ്റെ കാണിയല്ല, എന്നാലും ഉള്ളതനുസരിച്ച് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. അമ്മ മാതാവ് തിരുക്കുമാരൻ എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ കൊച്ചിന് സർജറി കൂടാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞെടുത്തുനിന്നാണ് മാതാവ് എന്നെ രക്ഷിച്ചത്, എൻ്റെ കൊച്ചിനെ രക്ഷിച്ചു തന്നത്. മാതാവിനോട് ഇന്ന് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. പേര് സെൽവി, ഞാൻ കോഴിക്കോട് കൂടന്നിൽ നിന്നാണ് വരുന്നത്, ചാത്തമംഗലം ഇടവക. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി കൃപാസനത്തിലേക്ക് കടന്നു വന്നത് 2019 ജീവിതത്തിൽ ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുന്ന സമയത്ത്, ജപ്തി നടപടി നേരിടുന്ന സമയത്താണ് ഇവിടെ കടന്നു വന്നത്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ടല്ല വന്നത്, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ കൂടെ വന്നവരെല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് 3ാമത്തെ പുതുക്കലിന് സമയത്ത് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അത്ഭുതകരമായിട്ട് ആ ജപ്തി നടപടികൾ നേരിടുന്ന 5 ലക്ഷം രൂപ അടക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലാതിരുന്ന സമയത്ത്, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പലരിൽ നിന്നായിട്ട് പൈസ കിട്ടി. ആ പൈസ അടക്കാനും ജപ്തി നടപടി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഞങ്ങളുടെ ആധാരം തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് പല കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് നാളത്തേക്ക് ഉടമ്പടി അങ്ങോട്ട് ലാഗ് ചെയ്തു. പിന്നീട് രണ്ടാമത് ഞങ്ങളുടെ വീടിൻ്റെ ആ ചെറിയൊരു വീടായിരുന്നു, ആ വീട് പുതുക്കി പണിയാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുതുക്കി പണിയാനായിട്ട് ഇവിടെ വന്ന് നിയോഗം വെച്ചെങ്കിലും പിന്നീട് ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. എന്നിരുന്നാലും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഉടമ്പടി പ്രത്യക്ഷീണ പ്രാർത്ഥനയൊക്കെ പല പ്രാവശ്യമായിട്ട് മുടങ്ങി പോകുമായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി 2021 വീടിൻ്റെ പണി തുടങ്ങിയെങ്കിലും വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ ഏറെ വിഷമിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മകൻ്റെ വിവാഹം, അവന് 2021 തുടങ്ങി ഞങ്ങൾ വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കാൻ തടസ്സങ്ങളായിരുന്നു, പല തടസ്സങ്ങളായിരുന്നു. കാര്യങ്ങൾ വരുമ്പോഴും അടുപ്പിച്ച് വരുമ്പോഴേക്കും പല തടസ്സം കൊണ്ട് മാറിപ്പോകുമായിരുന്നു. ഈ 2 നിയോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വെച്ചിരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ പണിയും അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും മകൻ്റെ വിവാഹവും. 2024 ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഉടമ്പടിയൊക്കെ ലാഗ് ചെയ്താണ്ട് എനിക്ക് പുതിയതായിട്ടൊന്ന് ഉടമ്പടി എടുക്കുമെന്ന് തോന്നി. ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ ഒരിക്കൽ പോലും ആ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ആ ഉടമ്പടിയിലെ നിയമം അനുസരിച്ച് തന്നെ പൂർത്തിയാക്കാനായിട്ട് ശ്രമിച്ചു. ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കത് നിസ്സാരമായിട്ടത് നടത്താൻ സാധിക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം അത്യാവശ്യം ബൈബിൾ വായനയുണ്ട്, കാരുണ്യപ്രവർത്തനം, വിൻസെൻ്റ് പോളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉടമ്പടിയൊക്കെ പൂർണ്ണമായിട്ടും പാലിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതെൻ്റെ കഴിവ് കൊണ്ട് ഒരിക്കലും നേടാൻ സാധിക്കുകയില്ല, അത് മാതാവിൻ്റെ കൃപ തന്നെ വേണമെന്ന്. പിന്നീട് ഞാൻ 2024 ഉടമ്പടി എടുത്തപ്പോൾ ആ മാതാവിൻ്റെ കൈപിടിച്ച് തന്നെ എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കാനായിട്ട് എല്ലാ ദിവസവും ആ ഈവനിങ്ങിലെ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ തന്നെ ഉടമ്പടി പൂർത്തിയാക്കാൻ മാതാവെ എന്നെ സഹായിക്കണമേ, എനിക്ക് കഴിയില്ല, നീ എൻ്റെ കൂടെ വരണം. അങ്ങനെ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഉടമ്പടി പാലിച്ച് തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തുമായിരുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഡെയിലി പ്രേയറിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് എന്തെങ്കിലും തരത്തിൽ മുടക്കം വന്നാൽ പോലും ഞാൻ അത് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞിട്ടേ വേറെ ഏത് ജോലിയും ചെയ്യുമായിരുന്നുള്ളൂ.
അതുപോലെ ആ ഉടമ്പടി പാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വീട് പണി പലപ്പോഴും സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തം, ആ ദുരന്തത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നാണ് മാതാവ് നമ്മളെ സഹായിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒത്തിരിയേറെ കുറവുകളുണ്ടാകുമ്പോൾ ആ കുറവുകളെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് എങ്ങനെയാണ് മാതാവിൻ്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധികളെ തരണം ചെയ്തത്, അതുപോലെ മാതാവ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ഞാൻ രാത്രിയിൽ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് കുറച്ച് നേരം ഞാൻ മാതാവിൻ്റെ അടുക്കലിരിക്കും, പ്രാർത്ഥിക്കും. അന്നേ ദിവസം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും. അതുപോലെ മാതാവിനോട് പറയും, മാതാവേ നാളത്തെ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നറിയില്ല. ഒത്തിരിയേറെ സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലൂടെ കടന്നുപോയിരുന്നത്. ആ സമയത്തെല്ലാം മാതാവിൻ്റെ കരം പിടിച്ച് നാളത്തെ കാര്യം എങ്ങനെ നടത്തും, അതേപോലെ ലോൺ അടക്കാനായിട്ടൊക്കെ വരുമ്പോൾ മാതാവിനോട് ഞാൻ പറയും, മാതാവേ നീ തന്നെ എനിക്ക് വഴി കാണിച്ചു തരണം, നീ അല്ലാതൊരു മാർഗ്ഗം എൻ്റെ മുമ്പിലില്ല എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം അത്ഭുതകരമായിട്ട് തന്നെ ആ പൈസ അടക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ എൻ്റെ കയ്യിലേക്ക് വന്നു ചേരുമായിരുന്നു. അതൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയണം, മാതാവേ നീ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്തു, നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു, അപ്പോൾ എങ്ങനെ പ്രതിസന്ധി തരണം ചെയ്തു, അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന് ഇടപെടണമേ. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനും മകൻ്റെ വിവാഹം ഉറപ്പിച്ചു. പക്ഷെ അത് നടത്താനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വഴിയില്ല. കാരണം അവൻ്റെ ജോലി നഷ്ടപ്പെട്ട് വേറെ ജോലിയിലേക്ക് കയറി. അപ്പോഴെല്ലാം ഒത്തിരിയേറെ പ്രതിസന്ധികൾ തന്നെയാണ്. എന്നും സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിൽ ഒരു തൂങ്ങുന്ന വാള് പോലെയായിരുന്നു. അതിനെ മറികടക്കാനായിട്ട് ഈശോ ആ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നത് ഈ ഉടമ്പടി. അപ്പോൾ എന്തും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇതേപോലെ തന്നെ കടത്തിൻ്റെ മുമ്പിൽ തകർന്നിരിക്കുന്ന സമയത്തെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നെ കരം പിടിച്ച് നടത്തുന്നത് പോലെ എല്ലാം ഇപ്പോഴും എനിക്ക് ശക്തി തന്ന കൂട്ട് തന്നെയാണ്. എന്നൊരു ശക്തിയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ. എന്നും രാത്രി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നെ ശക്തിപ്പെടുത്തും, കൂടെ ഇരുന്ന് ഭയപ്പെടേണ്ട എന്നുള്ള രീതിയിലേക്ക്. അതുപോലെ ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യണം, വീട് പണി പൂർത്തിയാക്കുകയും ചെയ്യണം. അതിന് യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥ. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ കാനായിലെ കല്യാണ വിരുന്നിൽ നീ എങ്ങനെയാണ് ആ വീടിൻ്റെ അപമാനത്തിന് രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ മകൻ്റെ വിവാഹം സമയത്ത് തന്നെ നടക്കണം, അത് മുടങ്ങരുത്. അതേപോലെ വീടിൻ്റെ പണി അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ കിടക്കാൻ സാധിക്കില്ല. ഒത്തിരിയേറെ ആ ഒരു പ്രതിസന്ധിയിലായിരുന്നു അതൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്തത് മൂലം. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് ഇതുപോലെ എന്നെ കരം പിടിച്ച് മാതാവ് മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ വിവാഹവും അതേപോലെ തന്നെ വീടിൻ്റെ പണിയും പൂർത്തിയാക്കിയത് മാതാവ് തന്നെ തൻ്റെ തിരുക്കുമാരനോടൊപ്പം വന്ന് ഞങ്ങളുടെ മകൻ്റെ വിവാഹം ആർഭാടമായിട്ടല്ല, അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ആത്മീയ മേഖലകളും ആ വിവാഹത്തിൻ്റെ കുദാശ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ വീടിൻ്റെ പണിയും എല്ലാം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതെല്ലാം മാതാവ് ഇടപെട്ടത് മൂലമാണ്. അത് തൻ്റെ തിരുക്കുമാരനോടൊപ്പം വന്ന് മാതാവ് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യവും വീടിൻ്റെ പണിയുടെ കാര്യവും എല്ലാം ഭംഗിയാക്കി തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ നേർച്ച വസ്തുക്കൾ ഞാൻ എല്ലാ ദിവസവും തൈലം തേച്ച് കുരിശ് വരച്ചിട്ട് മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുകയുള്ളൂ. അതെനിക്കൊരു ധൈര്യമായിരുന്നു. എപ്പോഴും ഞാൻ 2 വീലർ ഓടിക്കുമ്പോഴെല്ലാം എന്നെങ്കിലും ഒരു ദിവസം അയ്യോ ഞാൻ തൈലം തേച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. പക്ഷേ ഇന്ന് ഞാൻ തൈലം തേച്ചിട്ടേ പുറത്ത് പോകുള്ളൂ. അതേപോലെ തന്നെ കാശ് ഉപയോഗിച്ച് എന്നും എൻ്റെ ശക്തിയാണ്. എനിക്ക് പല അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ മാതാവിൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥന തന്നെയാണ്. 2 പ്രാവശ്യം ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ എൻ്റെ മകൻ്റെ വണ്ടിയിൽ നിന്ന് വണ്ടി ഇടിച്ച് തെറിച്ചിട്ട് ഞാൻ വീണതുപോലും ഞാൻ അറിഞ്ഞില്ല. ഞാനെങ്ങനെ താഴെ കിടന്ന് റോട്ടിൽ ഏറ്റവും വലിയ റോഡുള്ള എരഞ്ഞിപ്പാലം റോട്ടിലാണ് ഞാൻ വന്ന് വീണത്. ആ വീണ് കിടന്നപ്പോൾ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ബാക്കിൽ മുഴുവൻ വണ്ടികൾ നിരന്ന് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ വീണത് എങ്ങനെ വീണതാണെന്ന് അറിയില്ല. കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ മോനെ ഞാൻ എങ്ങനെ വീണത്, ഞാൻ വീണത് അറിഞ്ഞില്ലല്ലോ, എങ്ങനെ വീണതെന്ന് പറഞ്ഞപ്പോൾ അവനെ അമ്മിച്ചി ഭയങ്കര സ്ലോ മോഷനിലാണ് വന്ന് വീണതെന്ന്. അപ്പോഴാണ് ഞാൻ ഓർക്കണേ മാതാവിനെ മടിയിലേക്ക് മാതാവ് എന്നെ താങ്ങിയതാണ്. കാരണം വണ്ടിയിലേക്ക് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് ഞാൻ മാത്രം തെറിച്ചു പോയിട്ടും ഞാൻ ഒരു പോറൽ പോലും ഇല്ലാതെ മാതാവിനെ കാത്തു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ തെന്നി വീണിട്ടും
ആ സമയത്തും ഒരു കുഴപ്പമില്ലാതെ എന്നെ സംരക്ഷിച്ചു. ഇത്രയേറെ സംരക്ഷണം എനിക്ക് കിട്ടിയത് ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മാതാവിൻ്റെ ഒരു സംരക്ഷണം ആ സമയത്തെല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതേപോലെ തന്നെ വീടിന് കടം തീരാനായിട്ട് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് എന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും എടുത്തുന്നത്, ഞാൻ ഓരോ ജപമാല ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഓരോ രഹസ്യവും അവസാനിപ്പിക്കുന്നത്. അതെനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഇതേപോലെ തന്നെ ഒത്തിരി 2-3 ലക്ഷം രൂപ അടക്കേണ്ട സമയത്ത് ഒത്തിരിയേറെ പ്രതിസന്ധിയായിരുന്നു. ആ സമയത്ത് എനിക്ക് വഴി കാണാതിരുന്നപ്പോൾ ഞാൻ അന്ന് മുട്ടുകുത്തി നിന്ന് ഓരോ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഓരോ രഹസ്യത്തിനിടയിലും പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന് അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി 2 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരാൾ 1 ലക്ഷം രൂപ തന്നു. അതേപോലെ തന്നെ പിന്നെ കിട്ടിയത് ഒരു 90,000 രൂപയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, മാതാവേ 2 ലക്ഷം ഞാൻ ചോദിച്ചിട്ട് 190 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നപ്പോൾ ഞാൻ മാതാവ് ബാക്കിയുള്ളത് തന്നിരിക്കും, എനിക്കൊരു ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ തന്നെ എൻ്റെ ഒരു ആങ്ങളുടെ മോള് എനിക്കൊരു 10,000 രൂപ ഇട്ട് തന്നുകൊണ്ട്, ആൻറ്റി ഞാനൊരു 10,000 രൂപ ഇട്ട് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ച 2 ലക്ഷം രൂപ ആ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തന്നു. ഞാൻ ഓടി വന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നന്ദി പറയുകയും ചെയ്തത്. മാതാവ്, നീ എന്നെ എത്രമാത്രം കരുതുന്നുണ്ടെന്ന്, എൻ്റെ സങ്കടങ്ങളിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ ശക്തി കിട്ടുമ്പോഴാണ്. ഒപ്പം ഈശോ എന്നെ ഒത്തിരിയേറെ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് ഈ മാതാവിലൂടെ എന്നെ അടുപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ കിട്ടാനായിട്ടൊക്കെ ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിക്കാൻ പോകുന്ന ഒരു അനാഥാലയത്തിൽ. അതുപോലെ ഞാനിന്ന് പ്രാർത്ഥിക്കും, ഇന്ന് എനിക്ക് 2-3 അമ്മച്ചിമാരൊക്കെ കുളിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമേ പോകുള്ളൂ. പക്ഷേ അപ്പം ഞാനൊരു ദിവസം ഇതേപോലെ പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് 2-3 അമ്മച്ചിമാരെ കൊണ്ട് കുളിപ്പിക്കാൻ പറ്റണേ, ഒരു 6 അമ്മച്ചിമാരെ എനിക്ക് കുളിപ്പിക്കാൻ പറ്റണേന്ന്. അതുപോലെ തന്നെ അന്ന് 6 അമ്മച്ചിമാരല്ല 8 അമ്മച്ചിമാരെ കുളിപ്പിക്കാൻ പറ്റിയായിരുന്നു. അത് കിടപ്പായ രോഗികളാണ്. അപ്പോൾ വേഗം കുളിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരാൾ സഹായിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പോയി 3 അമ്മച്ചിമാരെ കുളിപ്പിക്കാനായിട്ട് ആ അമ്മച്ചിമാരുടെ സ്നേഹവും കരുതലും, അതേപോലെ തന്നെ വിവാഹത്തിന് മുമ്പായിട്ട് അമ്മച്ചിമാരുടെ അടുത്ത് എൻ്റെ മോനെ കൊണ്ടുപോയി അവരുടെ ഒരു അനുഗ്രഹം കിട്ടാനായിട്ടും എനിക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡ് കൊടുക്കാനായിട്ടാണെങ്കിലും അംഗവൈകല്യമുള്ള കുറച്ച് പേര് താമസിക്കുന്ന ഒരു ഭവനമുണ്ട്. അവിടെയെല്ലാം ഇടയ്ക്ക് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാനും, പിന്നെ മറ്റുള്ളവരെ ആരായാലും സായവശനം ആര് വന്നു കഴിഞ്ഞാലും അവരെ സഹായിക്കാനായിട്ട്, സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും സഹായിക്കാനായിട്ട് ഈ ഉടമ്പടിയിലൂടെയാണ് എനിക്ക് അതിനോട് ശക്തി ലഭിച്ചത്. മാതാവാണ് എൻ്റെ കൂടെ നടന്ന് അതിനുവേണ്ടി ശക്തി തന്നത്. മാതാവ് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറ്, മാതാവേ നീ തിടുക്കത്തിൽ പോയി എലീശാമയെ സന്ദർശിച്ച് അവരെ ശുശ്രൂഷിച്ചതുപോലെ തന്നെ ആ ഒരു തീഷ്ണതയോടുകൂടി എനിക്ക് അമ്മച്ചിമാരെ കുളിപ്പിക്കാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള കൃപ തരണമേന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. ദൈവമേ, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഓരോ പ്രാവശ്യവും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും എല്ലാം ആ മാതാവിനും കിട്ടുന്ന ഒരു നന്ദിയായിട്ട്, മാതാവിനും നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം. കഴിഞ്ഞ 4 വർഷത്തിനിടയിലും 3 കമ്പനി മാറിയ വ്യക്തിയാണ് ഞാൻ. ഇതുകൊണ്ട് തന്നെ നല്ല ഒരു സാമ്പത്തിക പ്രോബ്ലം ഉണ്ടായിരുന്നതിന് കാരണം ഞങ്ങളുടെ വീടിൻ്റെ കാര്യവും എൻ്റെ കല്യാണത്തിൻ്റെ കാര്യവും ഒക്കെ അവതാളത്തിലായിരുന്നു. അമ്മച്ചിയുടെ ഒരു ഭക്തി കാരണം മാത്രമാണ് ഞങ്ങളുടെ ഇതൊക്കെ ഒരു നിലയിലെത്തിയത്. കഴിഞ്ഞ 21-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. എൻ്റെ വൈഫ് വരാനിരിക്കണമായിരുന്നു. അവൾക്ക് പനി ആയതുകൊണ്ട് വരാൻ ഇന്ന് സാധിച്ചില്ല.